ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ ലൈവിൽ ഒരു പോസിറ്റീവ് വൈബാണ്. ഇപ്പോൾ എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുന്നുണ്ട്. കാര്യം ചില ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇഷ്ടമില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല, ഒരുമിച്ചിരിക്കുന്നുണ്ട്. അത് തന്നെ നല്ല കാര്യം. അപ്പോൾ അതിനിടയിൽ ഷാനവാസ് വീണ്ടും അനുമോളെ അനീഷിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് പറയാണ്, അനീഷാണെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്ത് ചിരിച്ചിരിക്കട്ടെ. ഷാനവാസ് പറയുന്നു, ഒരു ദിവസം അനുമോള് ഭക്ഷണം ഉണ്ടാക്കി, ഞാൻ അനീഷിൻ്റെ അടുത്ത് ഉപ്പ് നോക്കാൻ എൻ്റെ അടുത്ത് അനുമോള് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഭയങ്കര കൂടുതൽ. അപ്പോൾ ഞാൻ അനീഷ് അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അനീഷിനോട് ചോദിച്ചു, അനീഷ് ഉപ്പ് നോക്കിയെന്ന് ചോദിച്ചപ്പോൾ അനീഷ് ഉപ്പ് ഒട്ടും കൂടുതലല്ല, കറക്റ്റ് എന്ന് പറഞ്ഞു. വീണ്ടും ഒരു ദിവസം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോഴും അനീഷ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഒട്ടുമില്ല. അപ്പോഴും അനീഷ് പറഞ്ഞു, ഉപ്പ് വളരെ കറക്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ അനുമോൾ ചെയ്ത ഒരു കാര്യങ്ങളും അനീഷ് അങ്ങനെ തെറ്റ് പറഞ്ഞിട്ടില്ല എന്നാണ് ഷാനവാസ് വെറുതെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ് എല്ലാം എടുത്തിങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ദിവസങ്ങളിലല്ലോ, സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അക്ബർ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, വേറൊരു ദിവസം പയറിൻ്റെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ് ആ മീറ്റിംഗ് വിളിച്ച് അനീഷിന് ഇതിലൊന്നും പറയാനില്ലെന്ന് ചോദിച്ചപ്പോൾ അനീഷ് ഇപ്പോൾ എന്തായി, പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ, അന്ന് എല്ലാവരും പൊക്കോ എന്ന് പറഞ്ഞിട്ട് അനുവിനൊന്നും പറയാതെ പറഞ്ഞു വിട്ടു എന്നുള്ള രീതിയിൽ പറയാം. അപ്പോഴാണ് അനുമോൾ അവിടെ വരുന്നത്. അനുമോളപ്പോൾ ഈ ഫ്രൂട്ട്സിൽ നിന്ന് ഷെയർ ചെയ്യാൻ നോക്കുമ്പോൾ ഷാനവാസ് പറയുന്നത് അനീഷൻ്റെ പാത്രത്തിൽ നിന്നുണ്ട്, അതിൽ നിർത്തും എന്ന് പറയുന്നുണ്ട്. അനുമോളത് എടുക്കുന്നുണ്ട്. കാര്യം എല്ലാം ക്ലിയറായി. ഇനിയിപ്പോൾ ആർക്കും തെറ്റിദ്ധാരണകളോ ഒന്നുമില്ല. അനീഷ് തന്നെ പറഞ്ഞു ഒരു ഫ്രണ്ട്സാണെന്ന്. അതിനിടയിൽ വാലിഡായിട്ട് സീരിയസ് ആയിട്ടൊരു ചോദ്യം അക്ബർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അനുമോൾ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അനീഷ് എനിക്ക് പോകണം, ഞാൻ കൈ കഴുകിയാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അതിനിടയിൽ അക്ബർ വാലിഡായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അനീഷേട്ടാ, ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വല്ല പ്രപ്പോസൽസ് കല്യാണ കാര്യങ്ങൾക്ക് വരികയാണെങ്കിൽ അനീഷേട്ടൻ അത് സ്വീകരിക്കുമോ, അതോ ഇനി എഴുത്തും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കഴിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അനീഷ് കാര്യം പറയുന്നത്, എനിക്കിപ്പോൾ 39 വയസ്സായി. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ കല്യാണം കഴിക്കേണ്ടതെന്നാണോ? അതല്ല, 39 വയസ്സായി, ഞാൻ ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ് തമാശ, അയ്യോ ഞാൻ കെട്ടിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അതല്ല ഷാനവാസ്, എനിക്ക് 39 വയസ്സായി, എനിക്കിപ്പോൾ കല്യാണം കഴിക്കേണ്ട പ്രായമായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് അനീഷ് പറയുന്നത്. അപ്പോൾ അക്ബർ പറഞ്ഞു, അത് നല്ല കാര്യമാണ്, കറക്റ്റ് ഐഡിയ ആണ്, അവിടെ തമാശകളൊന്നുമില്ല. കാര്യം ശരിയാണ്, 39 വയസ്സാണ്. ഇപ്പോൾ ഈ ഫേമസ് ആയിട്ട് പീക്കിൽ നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് നല്ല ആലോചനകൾ കിട്ടുകയാണെങ്കിൽ അന്വേഷണം അത് ഗുണം ചെയ്യുകയുള്ളൂ. പണ്ടത്തെ പോലെ ഇതിന് മുമ്പത്തെ പോലെ അബദ്ധം പറ്റാതെ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് ഈ അനുമോളെ അനീഷിനെ പറ്റി പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് അതെല്ലാം വളരെ തമാശ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അനീഷ് ഷാനവാസിനോട് ഇതിനു മുമ്പ് പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ എന്നെ നോക്കി ഏതെങ്കിലും ഒരു കുട്ടി ഇരിക്കുന്നുണ്ടാവും, ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷിൻ്റെ ആ ഒരു വിവാഹ കാര്യം അവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇതിപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പല ആളുകളും ചിലപ്പോൾ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ജിസേലി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു അനിയത്തി ഉണ്ടെങ്കിൽ ഞാൻ അനീഷിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലൈവ് കാണുന്ന ആൾക്കാർക്ക് ഇനി 2 ദിവസമല്ലേ ഉള്ളൂ, അല്ല 1-2 ദിവസം കഴിഞ്ഞ് അനീഷ് പുറത്തിറങ്ങും. അപ്പോൾ അനീഷിനെ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആളുകൾ ഇപ്പോഴുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കുറേ പ്രപ്പോസലുകൾ ഈ ന്യൂസ് കേട്ടതുകൊണ്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ തരിക. അടുത്തൊരു അപ്ഡേറ്റുമായി ഇവിടെ തന്നെ കാണാം. താങ്ക് യു.